ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു നിധിസ് കുക്ക് ആൻഡ് ജോയ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അതേസമയം പെട്ടെന്ന് പരത്തി നമുക്ക് എടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഇലയടയാണ്. പരത്തുന്ന പുതിയ ടെക്നിക്കൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് പറയണം. അതേപോലെ തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തെങ്കിലും നോക്കണം കേട്ടോ. പരത്തുന്ന ആ ഒരു ടെക്നിക്കെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ഈസിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോ കണ്ടിട്ട് വരാം. വെൽക്കം ടു ദ വീഡിയോ. കണ്ടോ, ഇത്രയും നേരിയതായിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ഇലയടയാണ്. ഇലയടയുടെ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് അളവില് 3 പ്രാവശ്യം, അതായത് 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. നിങ്ങൾ കൂടുതൽ അളവിൽ ചെയ്യുവാണെങ്കിലും ഒന്നുകിൽ 1 കപ്പ് അളവിൽ വെച്ചിട്ട് അല്ലെങ്കിൽ 1.5 കപ്പ് അളവിൽ വെച്ചിട്ട് മാവ് തയ്യാറാക്കുവാണെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ എളുപ്പമാണ്. കൂടുതൽ അളവിൽ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിതൊന്ന് വാട്ടി ഒന്ന് കട്ടിയാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും അതൊന്ന് ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ അളവിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇളക്കി എടുക്കാനും പറ്റും. കൈക്ക് നമുക്ക് അത്ര എഫേർട്ട് ഉണ്ടാവുകയില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ അളവിൽ മാവ് റെഡിയാക്കണമെങ്കിൽ 2 or 3 ബാച്ചായിട്ട് വാട്ടിയെടുത്താൽ മതി പൊടി. 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ തീയൊന്നും ഓൺ ചെയ്തിട്ടില്ല, നല്ല പോലെ ഒന്ന് മിക്സ് ആവട്ടെ. അതിനുശേഷം നമുക്ക് തീ ഓൺ ചെയ്യാം. വെള്ളത്തിന്റെ അളവ് ഇത്തിരി കൂടിപ്പോയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ ഇത്തിരി സമയം എടുക്കുന്നു മാത്രമേ ഉള്ളൂ. അതൊന്ന് നല്ല കട്ടിയായി മാവൊന്ന് സെറ്റായി വരാൻ കുറച്ച് സമയം എടുക്കുന്നു മാത്രമേ ഉള്ളൂ. ഒട്ടും തന്നെ കട്ടയില്ലാതെ നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. ഇതിപ്പം ഒട്ടും കട്ടയില്ലാതെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ തീ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്കിതൊന്ന് ചൂടാവുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുത്താൽ മതി. നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് കുഴക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇതിങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. മാവൊന്ന് ചൂടാകുമ്പോൾ മാവ് ചെറുതായിട്ടൊന്ന് കട്ടിയാവും. ആ സമയത്ത് വേണം നമ്മൾ തീ ലോയിലോട്ട് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അടിഭാഗം ചെറുതായിട്ട് ഇതുപോലെ കട്ടിയായി വരാൻ തുടങ്ങി. അപ്പം ഞാൻ തീ ലോയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കട്ടിയായി വരുന്നവരെ ഇളക്കി കൊടുക്കാം. കൈവിടാതെ ഇളക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. ചില ഭാഗം അധികം വെന്ത് പോവും, ചില ഭാഗം വേഗാതെ ആവും. അപ്പം നമുക്കൊരു നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചർ കിട്ടില്ല. ഇതുപോലെ പാനിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇടിയപ്പം പോലെ കുറച്ചുകൂടെ, ഇടിയപ്പത്തിനാണെങ്കിൽ നമുക്ക് ഇത്തിരി കൂടെ ടൈറ്റ് ആക്കണം. ഈ ഒരു പരുവം മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. ഇതിന്റെ ചൂടൊന്ന് ഏകദേശം തണുത്തതിന് ശേഷം നമുക്കിത് ഉപയോഗിച്ചാൽ മതി. അപ്പം ഞാനിത് അടച്ചു വെക്കുവാണ്. ഞാനിവിടെ 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഏകദേശം 220 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. 200 ഗ്രാം മുതൽ 250 ഗ്രാം വരെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. 1/2 കപ്പായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ തേങ്ങയൊക്കെ ഇട്ടിട്ടൊന്ന് വറ്റി വരാൻ സമയം എടുക്കുന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ചേർത്തിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര നല്ല പോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ തീ ഓഫ് ചെയ്യാം. നമുക്കൊരു പാൻ ചൂടാക്കാം. അതിലേക്ക് 1 or 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ 1 ടീസ്പൂൺ മതിയാവും. ഇനി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. അതുകൊണ്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് നെയ്യ് എല്ലാ ഭാഗത്തും ഒന്ന് എത്തിയാൽ മതി. നെയ്യ് എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി അരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു
ലിക്വിഡായിട്ടുള്ള ഇതൊക്കെ ഒന്ന് പോയി ഈ ശർക്കര ഒന്ന് നല്ലപോലെ നമ്മുടെ തേങ്ങയിൽ പിടിക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചൊന്ന് ഡ്രൈ ആയി വരണം. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മധുരം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതി. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ചൂട് തണിയുമ്പോഴേക്കും ഇത് കുറച്ചുകൂടെ ഒന്ന് കട്ടിയാവും. അധികം കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് അടേൻ്റെ ഉള്ളിൽ പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്നോട്ടെ. നമ്മുടെ മാവ് നല്ലപോലെ തണുത്തിട്ടുണ്ട്. കണ്ടോ, നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിന് വേഗം തന്നെ പരത്തിയെടുക്കാൻ പറ്റും. നമുക്കിത് ചെറിയ ചെറിയ ഈക്വൽ സൈസിലുള്ള ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റാം. ഈ ഒരു വലുപ്പം മതിയാവും. ചപ്പാത്തി മാവിനേക്കാൾ ഇത്രയും കൂടെ ഒന്ന് വലുപ്പം വേണം. അത്രേ വേണ്ടുള്ളൂ. ഭയങ്കര വലുതായി കഴിഞ്ഞാൽ നമുക്ക് പരത്തിയെടുക്കുന്ന സമയത്ത് മാവ് തിക്കായി പോവും. അപ്പൊ നമ്മൾ ഇലയടയുടെ മധുരം ഇല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഇതുപോലെ നമുക്ക് ബോൾസ് ആക്കിയിട്ട് മാറ്റാം. എനിക്ക് 1.5 കപ്പ് മാവ് കൊണ്ട് മൊത്തത്തിൽ 10 ബോൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇതാ നമ്മളെ തേങ്ങയുടെ പണ്ടം എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ തേങ്ങയും ശർക്കരയും കൂടി ഇട്ടുള്ള മിക്സ്. ഇത് ഈ ഒരു പരുവത്തിലുള്ളത്. കുറച്ച് വെള്ളമുണ്ട്, എന്നാൽ വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളൊരു പരുവത്തിലുള്ളത്. അപ്പൊ ഇതൊന്നും കൂടെ തണുക്കുമ്പോൾ ഒന്നുകൂടെ നല്ലപോലെ ആറി വരും. അപ്പൊ നമുക്കിതൊന്ന് പരത്തിയിട്ട് ഓരോന്നോരോന്നായിട്ട് ഫില്ല് ചെയ്യാം. നിങ്ങൾക്ക് പരത്താൻ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഈ ഒരു ഇല കണ്ടോ, ഈ ഒരു ഇലയിൽ മാത്രം ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ തടവിയിട്ടുണ്ട്. വെളിച്ചെണ്ണയോ നെയ്യോ ഏതാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് അത് തടവാം. അടിയിൽ നമുക്ക് ഏതിലാണോ നമ്മൾ പരത്തുന്നത് ആ ഇല വെച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു ഉരുള മാവ് നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ പരത്തി കൊടുക്കാം. നല്ലപോലെ പരത്തണ്ട. ഇനി അതിന്റെ മേലെ നമ്മൾ ഈ എണ്ണ തടവിയ ഇലയുണ്ടല്ലോ അതിങ്ങനെ വെച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന റോളിംഗ് പിൻ വെച്ചിട്ട് മെല്ലെ നമുക്ക് ഇതുപോലൊന്ന് പരത്തി കൊടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാം ഏത് ഭാഗത്തേക്കാണോ മാവ് വേണ്ടത്. അതേപോലെ ഒന്ന് തിരിച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. അമർത്തി ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തരുത്, മേലുള്ള ഇല കീറിപ്പോവും. ജസ്റ്റ് ഒന്ന് പരത്തി എടുത്താൽ മതി. കണ്ടോ, നല്ല നേരിയതായിട്ട് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ കയ്യിലൊന്നും ആവില്ല, മാവ് വേസ്റ്റ് ആവില്ല. കണ്ടോ, എക്സസ് മാവ് ഉണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെ ഒന്ന് വടിച്ചു കൊടുക്കാം. ഇനി ഇവിടെ മാവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഇതുപോലെ വെച്ചു കൊടുത്താൽ മതി. ഒന്നുകൂടെ വെച്ചിട്ട് ആ എക്സ്ട്രാ മാവ് വെച്ച ഭാഗം ഒന്ന് ലൈറ്റായിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. നല്ല നേരിയതായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. കാണുന്നുണ്ടോ, സിമ്പിളാണ്. ഇത് ഇത്രയും വളരെ നേരിയ തിക്നെസ്സിലാണ് എടുത്തിട്ടുള്ളത്. ഇതാ കണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ മിക്സ് വെച്ചു കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ പോലെ മിക്സ് വെക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാലോ എവിടെയൊക്കെയാണ് ശരിക്ക്. കണ്ടോ, ഈ ഭാഗത്തൊന്നും ശരിക്കും ഒട്ടിയിട്ടില്ല. അപ്പൊ നമുക്കിതൊന്ന് കൈവച്ച് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്യാം. ഓരോ തവണ മാവ് എടുത്തു കഴിഞ്ഞാലും ഇത് അടച്ചു വെച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആ മാവ് ഉരുട്ടി വെച്ചതിന്റെ പുറം ഭാഗം ഡ്രൈ ആയി പോകും. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇതിങ്ങനെ തിരിച്ചിട്ടാണ് ഈ ഒരു സൈഡിന് വെച്ചു കൊടുക്കാറ്. ഇതിൻ്റെ അകത്തേക്ക് മാക്സിമം ഒരു 4 എണ്ണം, കൂടുതൽ വെക്കണ്ട, അപ്പൊ നമുക്ക് വെന്ത് കിട്ടാൻ പാടായിരിക്കും. ഇനി ഇത് നമുക്ക്
അടച്ചു കൊടുക്കാം. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വെന്താൽ മതിയാവും. കാരണം ഉള്ളില് നമ്മൾ വെച്ച സ്വീറ്റ് ആണെങ്കിലും ആ ശർക്കരയുടെയും കോക്കനട്ടിന്റെയും മിക്സ് ആണെങ്കിലും അതേപോലെ തന്നെ പുറത്തെ മാവാണെങ്കിലും വെന്ത സാധനമാണ്. ജസ്റ്റ് ഒന്ന് കുക്കായി സെറ്റ് ആവാനുള്ളൊരു ടൈം മാത്രം നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് 15 മിനിറ്റ് കുക്കായിട്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് എടുക്കാം. നമ്മൾ ഇലയുടെ വേഗം വെച്ചിട്ട് ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ഈ അട എടുക്കുമ്പോൾ അവിടെ കണ്ടോ ചെറിയ ചെറിയ ഭാഗത്ത് വേവാത്ത പോലൊരു കളർ ചേഞ്ച് വരാണ്ടുണ്ടോ ഇലയ്ക്ക്. അപ്പോൾ ഇത് ആ ഭാഗം കൂടെ വേകാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് ഇത് നല്ലപോലെ വെന്ത് കിട്ടും. ഞാനത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഇലയുടെ ചൂടൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. കണ്ടോ നല്ല സൂപ്പറായിട്ടുള്ള നേരെ അടയാണ്. പരത്താനും നമുക്ക് അത്ര കുറച്ച് സമയം വേണ്ടുള്ളൂ. പെട്ടെന്ന് പരത്താനും പറ്റും. അതേപോലെ തന്നെ നല്ല നേരിയതായിട്ട് പരത്താനും പറ്റും. കുറേ നേരം നമ്മൾ മാവിൻ്റെ അകത്തിട്ട് ഇങ്ങനെ വടിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈസി ആൻഡ് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇലയട. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായും വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ.